മക്കളെ, കീമിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്തിൻ്റേതാണെന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിങ്ങിൻ്റേതുമുണ്ട്, ആർക്കിടെക്ചറിൻ്റേതുമുണ്ട്. ഫാർമസിയുടേത് ഇതുവരെ വന്നിട്ടില്ല, മെഡിക്കലിൻ്റേതും ഇതുവരെ വന്നിട്ടില്ല. ഈ രണ്ടിൻ്റേതുമല്ല, എഞ്ചിനീയറിങ്ങും ആർക്കിടെക്ചറും മാത്രമാണ്. അതിൽ തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ ഫോർ എഞ്ചിനീയറിംഗ് കോഴ്സസ്, എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ സെക്കൻഡ് റൗണ്ട് നടക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് ഓൾറെഡി കഴിഞ്ഞു, സെക്കൻഡിൻ്റേതാണ്. അതേപോലെ ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് റൗണ്ടിൻ്റേത് കൂടിയാണ്. എഞ്ചിനീയറിങ്ങിൻ്റെ സെക്കൻഡ് റൗണ്ടും ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് റൗണ്ടിൻ്റേതുമാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇതിൽ ഫാർമസിയോ മെഡിക്കൽ അലൈഡോ വന്നിട്ടില്ല, അത് വരുന്നതേ ഉള്ളൂ. വരുമ്പോൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ദെൻ ദ സെക്കൻഡ് ഫേസ് ഓപ്ഷൻ കൺഫർമേഷൻ ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫസ്റ്റ് ഫേസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ദ ആർക്കിടെക്ചർ. രണ്ടാം റൗണ്ടിൻ്റെ കൺഫർമേഷനും എഞ്ചിനീയറിംഗിൽ, ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനുമാണ് ഈ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിലാദ്യം എഞ്ചിനീയറിംഗിൻ്റേത്. ആദ്യം തന്നെ ശ്രദ്ധിക്കുക, ഓപ്ഷൻ കൺഫർമേഷൻ ഈസ് മാൻഡേറ്ററി. ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. അതായത് കാൻഡിഡേറ്റ്സ് ഹു ഗോട്ട് അലോട്ട്മെന്റ് ഇൻ ഫസ്റ്റ് ഫേസ് ആൻഡ് അക്സെപ്റ്റഡ് ഇറ്റ് ബൈ റെമിറ്റിംഗ് ദ റിക്വയർഡ് ഫീ ക്യാൻ ഹാവ് ദെയർ ഹയർ ഓപ്ഷൻസ് carried forward to the second phase allotment if any, or if and only if the online option confirmation is carried out. അതായത് ഫസ്റ്റ് റൗണ്ടിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തു, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഫീസ് അടച്ചു, നിങ്ങൾ ആ സീറ്റ് ഉറപ്പാക്കി. എന്നാലും നിങ്ങളെ അടുത്ത റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. ഇത് ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടിയവർക്ക്. ഇനി കിട്ടാത്തവർക്കും ഓപ്ഷൻ കൺഫർമേഷൻ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് രണ്ടാമത്തെ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടിയവരും ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടാത്തവരും രണ്ടു കൂട്ടരും നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താൽ മാത്രമേ ഈ റൗണ്ടിൽ നിങ്ങളുടെ ഓപ്ഷൻ പരിഗണിക്കൂ. നിങ്ങൾ ആ കൺഫർമേഷൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ ഈ റൗണ്ടിൽ പരിഗണിക്കില്ല, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് കരുതും. മാത്രമല്ല, നിങ്ങൾ ഈ റൗണ്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അപ്പോൾ കാൻഡിഡേറ്റ് ഹു ഹാവ് നോട്ട് ഗോട്ട് എനി അലോട്ട്മെന്റ് ഇൻ ഫസ്റ്റ് ഫേസ് ഓൾസോ ഷാൽ ഹാവ് ടു മേക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ ഇഫ് ദേ വാണ്ട് ദ ഓപ്ഷൻസ് രജിസ്റ്റേർഡ് ഇൻ ദ ഫസ്റ്റ് ഫേസ് ടു ബി കൺസിഡർഡ് ഇൻ ദ സെക്കൻഡ് ഫേസ്. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടു കൂട്ടരും ചെയ്യണം. ഫോർ ദിസ് കാൻഡിഡേറ്റ്സ് ഷാൽ ഹാവ് ടു ലോഗ് ഇൻ ടു ദയർ ഹോം പേജ് ഇൻ വെബ്സൈറ്റ് c.kerala.gov.in and confirm their option by clicking the confirm button available therein. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക, ഓപ്ഷൻ കൺഫർമേഷൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് അതിൽ നിങ്ങളുടെ ഓപ്ഷൻസ് കാണിക്കും. അതിൽ ജസ്റ്റ് കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ നിർബന്ധമായി ചെയ്യണം. ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കില്ല. ഇനി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ കാൻഡിഡേറ്റ് വിൽ ബി ഏബിൾ ടു റീഅറേഞ്ച് ദ ഓപ്ഷൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ 10ാമത്തെ ഓപ്ഷൻ കിട്ടി, ഇനി 9 ഓപ്ഷൻ ഉണ്ട്, ആ 9 ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റാം. 10 ഓപ്ഷന് ശേഷം, അതായത് നിങ്ങൾക്ക് കിട്ടിയതിന് താഴെയുള്ള കോളേജുകൾ ഇനി കാണിക്കില്ല. ഇനി നിങ്ങൾ പുതിയതായിട്ട്, അല്ലെങ്കിൽ ആദ്യ റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഓപ്ഷൻസ് അവിടെയുണ്ട്, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? റീഅറേഞ്ച് ചെയ്യാം. വേണ്ടാത്തത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ചെയ്യാം. അവിടെ നിലവിൽ കാണുന്ന ഓപ്ഷനിൽ റീഅറേഞ്ചും പറ്റും, ഡിലീറ്റും പറ്റും. കഴിഞ്ഞ റൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു കോളേജ് പോലും നിങ്ങൾക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അതേസമയം എലിജിബിൾ കാൻഡിഡേറ്റ്സ് മേ രജിസ്റ്റർ ഓപ്ഷൻസ് ടു എനി ന്യൂ കോഴ്സ് ഓർ കോളേജ് ഓർ കോട്ട ഇൻഡക്റ്റഡ് ഇൻ ദിസ് ഫേസ്. പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട കോളേജോ കോഴ്സോ കോട്ടയോ ഉണ്ടെങ്കിൽ മാത്രമാണ് ആഡ് ചെയ്യാൻ പറ്റുക. അതായത് രജിസ്റ്റേർഡ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് മാത്രം വേണമെങ്കിൽ ആ കോട്ടയിലെ കോളേജുകൾ ആഡ് ചെയ്യാമെന്നല്ലാതെ നിങ്ങൾക്ക് പുതിയതായി കഴിഞ്ഞ റൗണ്ടിലുണ്ടായിരുന്ന ഒരു കോളേജും കൊടുക്കാൻ പറ്റില്ല. The option registration or confirmation has to be carried out through the facility provided in the official website c.kerala.gov.in and the facility will be available. എന്ന് വരെ ഉണ്ട്, ജൂലൈ 16-ാം തീയതി രാത്രി 11:59 വരെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ നിർബന്ധമായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. നിങ്ങൾ ഈ റൗണ്ടിൽ, നിങ്ങൾക്ക് കഴിഞ്ഞ റൗണ്ടിൽ സീറ്റ് കിട്ടിയോ ഇല്ലയോ, നിങ്ങൾ ഫീസ് അടച്ചോ, ഇതൊന്നും ബാധകമല്ല. പക്ഷേ ഈ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. സപ്പോസ് ആദ്യ റൗണ്ടിൽ ഒരു കോഴ്സ് കിട്ടി, ഫീസ് അടയ്ക്കാത്ത കുട്ടി ഓൾറെഡി എക്സിറ്റ് ആയി, ഫീസ് അടച്ച കുട്ടിക്ക് കൺഫർമേഷൻ ചെയ്യാം, കിട്ടാത്ത കുട്ടിക്കും കൺഫർമേഷൻ ചെയ്യാം. ഒരിക്കൽ കൂടി, ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്, ബോത്ത് ദോസ് ഹു റിസീവ്ഡ് ആൻ അലോട്ട്മെന്റ് ഇൻ ഫസ്റ്റ് ഫേസ് ആൻഡ് ദോസ് ഹു ഡിഡ് നോട്ട്. ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താലേ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ട് തന്നെ ഉള്ളൂ. ഇനി നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഈ ഫേസിൽ പരിഗണിക്കില്ല. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ഓൾറെഡി ക്വിറ്റ് ആയതായിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യും. ഇനി ഇഫ് ദേ ഹാവ് പെയ്ഡ് ദ ടോക്കൺ ഫീ ആസ് സ്പെസിഫൈഡ് ഇൻ ദ അലോട്ട്മെന്റ് മെമ്മോയിൽ കൊടുത്താൽ ഫീ പേ ചെയ്തു, നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് അലോട്ട്മെന്റ് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആദ്യ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടി,
നിങ്ങൾ രണ്ടാം റൗണ്ടിൽ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടാം റൗണ്ടിൽ പുറത്തായതായിട്ട് കരുതും. പക്ഷേ നിങ്ങളുടെ ആ ഫസ്റ്റ് കിട്ടിയ ഓപ്ഷൻസ് അവിടെ തന്നെ ഉണ്ടാവും, ആ കോളേജ് അവിടെ തന്നെ ഉണ്ടാവും, അത് നഷ്ടപ്പെടില്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ രണ്ടാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ വെച്ചു, ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് 10 ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതിൽ 10ാമത്തെ ഓപ്ഷൻ കിട്ടി, ഇനി 9 ഓപ്ഷൻ മേലെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയാൽ ഈ ആദ്യം കിട്ടിയ കോളേജ് നഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങൾ പുതിയതിലേക്ക് വരണം. ഇപ്പോൾ 10ാമത്തെ ഓപ്ഷൻ കിട്ടി, ഫീസ് അടച്ചു, പിന്നെ നിങ്ങൾ ബാക്കിയുള്ള 9 ഓപ്ഷൻ റീഅറേഞ്ച് ഒക്കെ ചെയ്തു, അതിൽ 3ാമത്തേത് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ തോന്നുകയാണ് എനിക്ക് 3 വേണ്ട 10 മതി എന്ന് വിചാരിച്ചാൽ പറ്റൂല. ഓൾറെഡി നിങ്ങൾ ഇവിടുന്ന് മാറ്റിയിട്ടാണ് ഇങ്ങോട്ട് മാറ്റുക, അതിൽ പകരം വേറൊരു കുട്ടിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് റൗണ്ടിൽ കിട്ടുന്ന സീറ്റ് നിങ്ങൾക്ക് എടുത്തേ മതിയാവും, ഫസ്റ്റ് റൗണ്ടിലേത് എന്തായാലും മിസ്സാവും. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഇനി ഇപ്പോൾ കിട്ടിയ കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മേലെയുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് വഴി. മേലെയുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും വേണമെങ്കിൽ അതവിടെ നിലനിർത്തുക, വേണ്ടാത്തത് ഒഴിവാക്കുക. അടുത്ത റൗണ്ടിൽ ആ സീറ്റ് കിട്ടിയാൽ പഴയത് പോവും, പുതിയതിലേക്ക് മാറേണ്ടി വരും. അടുത്തത്, ദോസ് കാൻഡിഡേറ്റ് ഹു ഗോട്ട് ആൻ അലോട്ട്മെന്റ് ഇൻ ഫസ്റ്റ് ഫേസ് വിൽ ലൂസ് ദ അലോട്ട്മെന്റ് ഇഫ് ദേ ഗെറ്റ് ആൻ അലോട്ട്മെന്റ് ത്രൂ ദിസ് ഫേസ്, അതായത് സെക്കൻഡ് ഫേസ്, ആൻഡ് സച്ച് കാൻഡിഡേറ്റ് ഷാൽ ഹാവ് ടു ജോയിൻ ദ ന്യൂലി അലോട്ടഡ് കോളേജ്. ഞാനിപ്പോൾ പറഞ്ഞു, ആദ്യ റൗണ്ടിൽ ഒരു കോളേജ് കിട്ടിയ കുട്ടിക്ക് രണ്ടാമത്തെ റൗണ്ടിൽ പുതിയ കോളേജ് കിട്ടിയാൽ ആദ്യ റൗണ്ടിലെ സീറ്റ് നഷ്ടപ്പെടുകയും പുതിയ കോളേജിലേക്ക് ജോയിൻ ചെയ്യേണ്ടി വരികയും ചെയ്യും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ആർക്കിടെക്ചർ, കാൻഡിഡേറ്റ്സ് ഹു ആർ ക്വാളിഫൈഡ് ഫോർ അഡ്മിഷൻ ടു ആർക്കിടെക്ചർ കോഴ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ BArch റാങ്ക് ലിസ്റ്റ് ക്യാൻ രജിസ്റ്റർ ദെയർ ഓപ്ഷൻ ഇൻ ദിസ് ഫേസ്. ആർക്കിടെക്ചറിൻ്റെ ആദ്യത്തേതാണ്, നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ഈ ലിസ്റ്റിൽ ഗവൺമെൻറ് കോളേജും എയ്ഡഡ് ഓട്ടോണോമസും സെൽഫ് ഫിനാൻസിങ്ങും ഒക്കെ അല്ലെങ്കിൽ ആ കോളേജുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റൊക്കെ ഇതിൻ്റെ പിന്നാലെയുണ്ട്, ഞാൻ കാണിക്കാം. ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ നോട്ടിഫിക്കേഷൻ ഡേറ്റഡ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ 2000 രൂപയും മറ്റും. അത് നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ടതില്ല. നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു എമൗണ്ട് കാണിക്കും, അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അടയ്ക്കണം. അത് ഫീസ് ആനുകൂല്യമുള്ള കുട്ടികൾ 500 രൂപയും ബാക്കിയുള്ളവർ 2000 രൂപയായിരുന്നു. അപ്പോൾ ആ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം. ഇനി ഓൺ ദ ബേസ് ഓഫ് ഓപ്ഷൻ റിസീവ്ഡ്, അതായത് രാത്രി 11:59 വരെ, ജൂലൈ 16-ാം തീയതി രാത്രി 11:59 വരെ കിട്ടുന്ന ഓപ്ഷന്റെ ബേസിൽ ദ സെക്കൻഡ് ഫേസ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ടു എഞ്ചിനീയറിംഗ് കോഴ്സ് ആൻഡ് ഫസ്റ്റ് ഫേസ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ടു ആർക്കിടെക്ചർ കോഴ്സ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ 17th. ജൂലൈ 16-ാം തീയതി രാത്രി 11:59 വരെ കിട്ടുന്ന ഓപ്ഷന്റെ ബേസിൽ എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് ഫേസും ആർക്കിടെക്ചറിന്റെ ഫസ്റ്റ് ഫേസും 17-ാം തീയതി അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ഇനി ആ ഷെഡ്യൂൾ ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. ജൂലൈ 13-ാം തീയതി ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തിനാ? ഓപ്ഷൻ കൺഫർമേഷൻ, റീഅറേഞ്ച്മെന്റ് ഓഫ് ഹയർ ഓപ്ഷൻസ് ആൻഡ് ഡിലീഷൻ ഓഫ് അൺവാണ്ടഡ് ഓപ്ഷൻ. പുതിയതായിട്ട് വന്ന കോളേജും കോഴ്സും ആഡ് ചെയ്യാം, എക്സിസ്റ്റിംഗ് അവിടെ ഉണ്ടായിരുന്ന ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാം, വേണ്ടാത്തത് ഒഴിവാക്കാം, ഒക്കെ ചെയ്യാം. ദെൻ രജിസ്റ്ററിംഗ് ഓപ്ഷൻസ് ഫോർ ദ മൈനോറിറ്റി ഓർ കമ്മ്യൂണിറ്റി കോട്ട, ട്രസ്റ്റ് കോട്ട എക്സെട്ര, ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ലിസ്റ്റുകളിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ആ കോട്ടയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. അതേപോലെ രജിസ്റ്ററിംഗ് ഓപ്ഷൻ ഫോർ ദി ന്യൂലി ഇൻക്ലൂഡഡ് എഞ്ചിനീയറിംഗ് കോഴ്സസ്, എഞ്ചിനീയറിംഗ് കോഴ്സ് പുതിയതായിട്ട് വന്ന കോളേജും കോഴ്സും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. രജിസ്റ്ററിംഗ് ഓപ്ഷൻ ഫോർ ആർക്കിടെക്ചർ കോഴ്സ്, ഇതൊക്കെ 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. 16-ാം തീയതി 11:59 കൊണ്ട് ഈ ഫെസിലിറ്റി എല്ലാം തീരും. അപ്പോൾ 13-ാം തീയതി തുടങ്ങി 16-ാം തീയതി രാത്രി 11:59 വരെയാണ് ഇതിനുള്ള സൗകര്യം. 17-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരും. അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കാരണം നമുക്കവിടെ വേറെ സ്റ്റെപ്സ് ഒന്നുമില്ല. 19-ാം തീയതി ഫൈനൽ അലോട്ട്മെന്റ് വരും. 20-ാം തീയതി തുടങ്ങി 24-ാം തീയതി വൈകിട്ട് 4 മണി വരെ കാൻഡിഡേറ്റ് ഹു ഗോട്ട് അലോട്ട്മെന്റ് ഇൻ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ സെക്കൻഡ് ഫേസ് ഷാൽ ഹാവ് ടു ഫിസിക്കലി ജോയിൻ ദ അലോട്ടഡ് കോളേജ് ബൈ പേയിങ് ദ ഫീ അപ്ലിക്കബിൾ ആസ് പെർ ദ ഷെഡ്യൂൾ പബ്ലിഷ്ഡ് ബൈ ദ കോളേജ് ഇൻ ദർ വെബ്സൈറ്റ്. അതായത് 20-ാം തീയതി തുടങ്ങി 24-ാം തീയതി വൈകിട്ട് 4 മണിക്കുള്ളിൽ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയ സീറ്റ് എവിടെയാണോ കിട്ടിയത് അവിടെ ജോയിൻ ചെയ്യണം. സപ്പോസ് സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയിട്ടില്ല, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്, ആ കോളേജിൽ ജോയിൻ ചെയ്യണം. സെക്കൻഡ് റൗണ്ടിന് ശേഷം നിങ്ങളുടെ കയ്യിലൊരു കോളേജ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യണം. കിട്ടിയിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. കിട്ടിയ എല്ലാ കുട്ടികളും, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടി സെക്കൻഡ് റൗണ്ടിൽ കിട്ടാത്തവരും, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടി സെക്കൻഡ് റൗണ്ടിൽ അപ്ഗ്രേഡ് ആയവരും, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടാതെ സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയവരും ഒക്കെ കോളേജിൽ പോകേണ്ടി വരും. ഇനി കാൻഡിഡേറ്റ്സ് ഹു ഗോട്ട് അലോട്ട്മെന്റ് ഇൻ ആർക്കിടെക്ചർ കോഴ്സ് ഇൻ ഫസ്റ്റ് ഫേസ് ഷാൽ ഓൾസോ ഹാവ് ടു ഫിസിക്കലി ജോയിൻ ദ അലോട്ടഡ് കോളേജ്. എഞ്ചിനീയറിംഗ് കോഴ്സിന് സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയവർ മാത്രമല്ല, ആർക്കിടെക്ചറിന്റെ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയവരും കോളേജിൽ പോകണം. അപ്പോൾ 19-ാം തീയതിയിലെ റിസൾട്ട് വന്നാൽ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാ കുട്ടികളും, അല്ലെങ്കിൽ നിലവിൽ കയ്യിൽ സീറ്റുള്ള എല്ലാ കുട്ടികളും 20 തുടങ്ങി 24 വരെയുള്ള തീയതിക്കുള്ളിൽ കോളേജിൽ ചെല്ലണം, ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യണം, ഫീസ് അടയ്ക്കണം. ഇനി ആ ഫീസ് ഷെഡ്യൂൾ നോക്കാം. എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫീസ് ഞാൻ ആദ്യ ഫേസ് 1-ന്റെ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ആർക്കിടെക്ചറിന്റെ ഫീസാണ് ഈ നോട്ടിഫിക്കേഷൻ ഉള്ളത്. അതിൽ ഗവൺമെന്റ് കോളേജിലോ അല്ലെങ്കിൽ എയ്ഡഡ് ഓട്ടോണോമസ് എഞ്ചിനീയറിംഗ് കോളേജിലോ ആർക്കിടെക്ചർ കിട്ടുന്ന കുട്ടികൾ 8650 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. എന്നാൽ KMCT കോഴിക്കോട്
നിങ്ങൾക്ക് ഫീസ് വരുന്നത് ലോവർ ഇൻകം, അതായത് ഫീ വെയ്വർ കാറ്റഗറിയിൽ വന്നാൽ 8650, എന്നാൽ ബാക്കിയുള്ള സീറ്റുകളിൽ 8650 പ്ലസ് 1,12,500 രൂപ സ്പെഷ്യൽ ഫീ അടയ്ക്കണം. DC കോളേജ് ഓഫ് ആർക്കിടെക്ചർ വാഗമണിലുള്ളതിൽ ലോവർ ഫീ വരുന്നത് 55,000 രൂപയും ഹയർ ഫീ വരുന്നിടത്ത് 55,000 പ്ലസ് 25,000 സ്പെഷ്യൽ ഫീ അടയ്ക്കണം. മരീൻ കോളേജ് ഓഫ് ആർക്കിടെക്ചർ കഴക്കൂട്ടത്ത് ലോവർ ഫീയിൽ 55,000 രൂപയും ഹയർ ഫീ 79,999 രൂപയും അടയ്ക്കണം ഹയർ ഫീസിന്. പിന്നെ ഏഷ്യൻ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ വൈറ്റ്ലയിൽ ലോവർ ഫീൽ വരുന്നത് 81,250 രൂപയും ഹയർ ഫീൽ 1,12,500 എന്നാൽ എറണാകുളത്ത് SCMSൽ ലോവർ ഫീ 81,250, ഹയർ ഫീ 1,12,500. ഞാനിപ്പോൾ എല്ലാം വായിക്കുന്നില്ല, ഞാൻ ഈ ഫീസ് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാം. ഓരോ കോളേജുകളുടെയും ഫീസ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ അടയ്ക്കേണ്ട ഫീ. ഇനി ലിസ്റ്റ് ഓഫ് ആർക്കിടെക്ചർ കോളേജ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണോമസ് ആർക്കിടെക്ചർ കോളേജുകളിൽ 4 കോളേജുകളാണ്, ഇൻക്ലൂഡിങ് TKM ഓഫ് എയ്ഡഡ് കോളേജ്, TKM കൂടി അതിൽ കൂടെ വരുന്നുണ്ട്. അങ്ങനെ 4 കോളേജുകളാണ് ഗവൺമെൻറ്റും എയ്ഡഡുമായിട്ടുള്ളത്, എയ്ഡഡ് ഓട്ടോണോമസുമായിട്ടുള്ളത്. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ വരുന്നത് ഏകദേശം ഈ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ കാണാം, സ്ക്രോൾ ചെയ്യാൻ ചെയ്തു പോകുന്നു. ഏകദേശം 12ഓളം കോളേജുകളാണ് അതിലുള്ളത്. അതുകൂടാതെ മറ്റു കോളേജുകളായിട്ട് ഒരു 10ഓളം കോളേജുകളുണ്ട്. ഇത്രയും കോളേജാണ് ആർക്കിടെക്ചറിൻ്റെ അലോട്ട്മെൻറ്റ് നടത്തുന്ന ഇപ്പോൾ ഈ റൗണ്ടിൽ വന്നിരിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റ്. ഇനി ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക, ഓപ്ഷൻസ് രജിസ്റ്റേർഡ് ഇൻ ഫസ്റ്റ് ഫേസ് ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ ഡേറ്റഡ് July 2 will not be considered for allotment of minority or community or trust quota or CB quota seat etc. അതായത് ഈ CB കോട്ടയിലും ട്രസ്റ്റ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലും ഒക്കെ ആയിട്ട് സ്പെഷ്യൽ, അതായത് അവിടുത്തെ ജീവനക്കാരുടെ മക്കൾ അങ്ങനെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന സീറ്റുകളുണ്ട്. അതിൻ്റെ ലിസ്റ്റ് വേറെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? ഹു വാണ്ട് ടു ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ്, അതായത് ആ സീറ്റിൽ മൈനോറിറ്റിയിലോ കമ്മ്യൂണിറ്റിയിലോ ട്രസ്റ്റ് കോട്ടയിലോ CB കോട്ട സീറ്റിലോ ഒക്കെ പരിഗണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ ഈ സെക്കൻഡ് ഫേസിൽ ഓപ്ഷൻ കൺഫർമേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, അവരെന്ത് ചെയ്യണം? മസ്റ്റ് രജിസ്റ്റർ ഓപ്ഷൻസ്, ആ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം കറസ്പോണ്ടിങ് ടു ദീസ് കോട്ടാസ്. അപ്പോൾ ഈ കോട്ടയുടെ കീഴിൽ ആ കോളേജ് മെൻഷൻ ചെയ്യുകയും വേണം. അതായത് നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഈ കോട്ട മെൻഷൻ ചെയ്യണം. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ റൗണ്ടിൽ ഈ കോളേജ് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും അതിൻ്റെ ട്രസ്റ്റ് കോട്ട നിങ്ങൾക്ക് ഇപ്പോൾ ക്ലെയിം ചെയ്യാം, ആ ട്രസ്റ്റ് ലിസ്റ്റിൽ വന്നവർക്ക്. അതായത് ആ കോട്ട ലിസ്റ്റിൽ വന്ന കുട്ടികൾക്ക്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ A എന്ന് പറയുന്നൊരു കോളേജ് കഴിഞ്ഞ റൗണ്ടിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, പക്ഷേ ആ A എന്ന് പറയുന്ന കോളേജിൽ നിങ്ങളുടെ ട്രസ്റ്റിൻ്റെ കോട്ടയുണ്ടെങ്കിൽ ആ കോട്ട ഇപ്പം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അത് ആ കോട്ടയിൽ വരുന്ന കുട്ടികൾക്ക്, ആ ലിസ്റ്റിൽ വന്ന കുട്ടികൾക്ക് മാത്രമാണ് ബാധകം. അപ്പോൾ ഓൾമോസ്റ്റ് കീമിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് റൗണ്ടും ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് റൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന നോട്ടിഫിക്കേഷനാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ നോട്ടിഫിക്കേഷൻ ഫുള്ളി അങ്ങനെ തന്നെ അവരുടെ സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് അതെടുത്ത് വായിച്ച് നോക്കാം. ഞാനതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മിപ്പിച്ചത്. മറ്റ് അപ്ഡേറ്റ് വന്നാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.